ബസ്സിലിരുന്നിട്ട് അയാൾ ഉമ്മാൻ്റെ മയ്യത്ത് കാണുന്ന ഒരു രംഗം. ഉമ്മ മരിച്ചിട്ട് ആള് അർജന്റായിട്ട് പോവാണ്. ഏകദേശം ഒരു കൊല്ലം മുമ്പ് എൻ്റെ 7 മാസത്തെ സൗദിയിലെ ജോലി ഒഴിവാക്കി ഞാൻ വരുമ്പോൾ ഞാൻ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അറിയണത് 10 മണിക്കൂറോളം, ഓർമ്മ ശരിയാണെങ്കിൽ 10 മണിക്കൂറോളം ഡിലേ ആണെന്നുള്ള കാര്യം. ഞാനടക്കം ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ഒരു 10-30 ആൾക്കാർ അവിടെ എയർപോർട്ടിൽ വന്ന് കുടുങ്ങിയായിരുന്നു. സ്പൈസ് ജെറ്റ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് എയർലൈൻസ് ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്കൊരു 3 സ്റ്റാർ ഹോട്ടലൊക്കെ റെഡിയാക്കി സെറ്റാക്കി തന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ എയർപോർട്ടിൽ എയർലൈൻസ് ഏർപ്പെടുത്തിയ ബസ് വരും ഹോട്ടലിൽ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യണ ഒരാൾ അവിടെ കിടന്ന് പരക്കം പായ ചോദിച്ചപ്പോൾ ആളുടെ ഉമ്മ മരിച്ചിട്ട് ആൾ അർജന്റായിട്ട് പോവാണ്. ഇപ്പോഴേ ഫ്ലൈറ്റ് അവിടെ എത്തുന്നതിനനുസരിച്ച് ഏകദേശം ആ സമയത്ത് അതിൻ്റെ ചടങ്ങുകളൊക്കെ റെഡിയാക്കി. പക്ഷേ ഈ ഫ്ലൈറ്റ് വൈകിയതുകൊണ്ട് അയാൾക്ക് എത്താൻ പറ്റൂല. അയാളും അയാളെ കൂടെ വന്ന ആൾക്കാരൊക്കെ വേറെ ഫ്ലൈറ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. ആൾക്ക് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാനില്ല. ആർക്കും അയാളെ സമാധാനിപ്പിക്കാനൊന്നും വയ്യല്ലോ, എന്ത് പറഞ്ഞാൽ മതി. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ബസ് വന്നു, ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോയി. തിരിച്ചു വരുന്ന വരവിൽ ആണ് അയാൾ ബസ്സിലിരുന്നിട്ട് മയ്യത്തെടുക്കണതിന് തൊട്ട് മുമ്പ് നാട്ടിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് മയ്യത്തെടുക്കണതിന് തൊട്ട് മുമ്പ് അയാളെ അമ്മാനെ ലാസ്റ്റ് കാണുന്നത്. നമ്മൾ പറയാം നമുക്ക് ഭാഗ്യമെല്ലാം അങ്ങട്ടില്ല. ഇപ്പം ഇതൊക്കെയാണ് ശരിക്കും ഭാഗ്യക്കേടെന്നൊക്കെ പറഞ്ഞു. സ്വന്തം ഉമ്മാനെ അവസാനമായിട്ട് കാണാൻ പുറപ്പെട്ടിട്ടും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. ആർക്കും അയാളെ സമാധാനിപ്പിക്കാൻ വയ്യ. എയർപോർട്ടിൽ ബസ്സിലിരുന്നിട്ട് അയാൾ ഉമ്മാൻ്റെ മയ്യത്ത് കാണുന്ന ഒരു രംഗം.